In this session, we are going to discuss about photolithography. That is a topic in the second module. Photolithography is the process of transferring a pattern from a photomask to a photoresist. And resist is a thin layer of radiation sensitive material. So, photolithography എന്താ സംഭവിക്കുന്നത് ഒരു ഫോട്ടോ മാസ്ക് നമ്മുടെ വേഫർ സർഫസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ റെസിസ്റ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയേഷൻ സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ്. സോ ഫോട്ടോ റെസിസ്റ്റ് ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് ലിക്വിഡ് സൊല്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് പോളിമർ, എ സെൻസിറ്റൈസർ ആൻഡ് എ സ്യൂട്ടബിൾ സോൾവെൻറ്റ് സിസ്റ്റം. Polymers have properties of excellent film forming and coating. Polymers generally used are polyvinyl animate. സോ ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ്. അത് ലൈറ്റ് സെൻസിറ്റീവ് ലിക്വിഡ് സൊല്യൂഷൻ ആയിരിക്കും ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ളൊരു സൊല്യൂഷനാണ് സിലിക്കൺ വേഫറിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഒരു പോളിമർ ഉണ്ടായിരിക്കാം. പോളിമർ എന്ന ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വരികയും ചെയ്യും. ഓക്കെ, പോളിമർ ഉണ്ടാവും, ഒരു സെൻസിറ്റൈസർ ഉണ്ടായിരിക്കും, സ്യൂട്ടബിൾ സോൾവെൻറ്റ് സിസ്റ്റവും ഉണ്ടായിരിക്കും. അപ്പോൾ പോളിമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഫോമിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് പോളിമേഴ്സ് ഉണ്ടായിരിക്കും. അത് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന പോളിമർ മെയിനായിട്ട് എന്ന് വെച്ചാൽ പോളിവിനൈൽ എനിമേറ്റ് എന്നുള്ള കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെൻ എ ഫോട്ടോ റെസിസ്റ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ലൈറ്റ് absorbs the energy and initiates chemical changes in the resist. The sensitizers are chromophoric organic molecules. They greatly enhance cross-linking of the photoresist. Cross-linking of the polymer or long chain formation is termed as photopolymerization. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോ റെസിസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അതൊരു ലിക്വിഡ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. പോളിമറും സെൻസിറ്റൈസറും സ്യൂട്ടബിൾ സോൾവെൻറ്റ് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫംഗ്ഷനാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ഒരു ഫോട്ടോ റെസിസ്റ്റ് ഫോം ചെയ്തിട്ട് ഫോട്ടോ റെസിസ്റ്റ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സിലിക്കൺ വേഫറിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ആ സൊല്യൂഷൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെന്ത് ചെയ്യുക വെച്ചാൽ ഫോട്ടോ റെസിസ്റ്റ് ആ സൊല്യൂഷനെ നമ്മൾ ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോട്ടോ റെസിസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നേരം അതിൻ്റെ അകത്തിൽ എന്തുണ്ട്, സെൻസിറ്റൈസർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ ലൈറ്റ് എനർജി ആര് അബ്സോർബ് ചെയ്യും? സെൻസിറ്റൈസർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയ കെമിക്കൽ ചേഞ്ചസ് വരും. അപ്പോൾ ഫോട്ടോ റെസിസ്റ്റ് കോട്ടിങ്ങിനും എന്ത് ചെയ്യും, ആ ചേഞ്ചസ് വരും. അപ്പോൾ ഈ സെൻസിറ്റൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോമോഫറിക് ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. അതിന് കെമിക്കൽ ഫോർമേഷനാണ് പറഞ്ഞത്, കെമിക്കൽ കോമ്പൗണ്ട് എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളതുപോലെ പഠിച്ചു നോക്കുക. ക്രോമോഫറിക് ഓർഗാനിക് മോളിക്യൂൾസ് ആണത്. അപ്പോൾ അതെന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രോസ് ലിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഫോട്ടോ റെസിസ്റ്റിൽ ക്രോസ് ലിങ്കിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ക്രോസ് ലിങ്കിങ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോട്ടോ പോളിമറൈസേഷനാണ് നടക്കുന്നത്. ഫോട്ടോ പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ ലോങ് ചെയിൻ ഫോർമേഷനാണ് നടക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയലിൻ്റെ ലോങ് ചെയിൻ ഫോർമേഷൻ സിലിക്കൺ വേപ്പർ സർഫസിൻ്റെ മുകളിൽ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ സെൻസിറ്റൈസേഴ്സാണ്. ഓക്കെ, സോ ക്രോസ് ലിങ്കിങ് ഓഫ് ദി പോളിമർ ഓർ ലോങ് ചെയിൻ ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് ഫോട്ടോ പോളിമറൈസേഷൻ. പിന്നെ അതിൽ സോൾവെൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. സോൾവെൻസ് യൂസ്ഡ് ടു കീപ് ദി പോളിമർ ഇൻ സൊല്യൂഷൻ ആർ മിക്സ്ചർ ഓഫ് ഓർഗാനിക് ലിക്വിഡ്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ ഒരു ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ സോൾവെൻസ് യൂസ്ഡ് ടു കീപ് ദി പോളിമർ ഇൻ ദി സൊല്യൂഷൻ ആർ മിക്സ്ചർ ഓഫ് ഓർഗാനിക് ലിക്വിഡ്സ്. ഓർഗാനിക് ലിക്വിഡ്സിൻ്റെ സോൾവെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫോട്ടോ റെസിസ്റ്റ്. സോ യൂണിഫോം ഫിലിം ഫോർമേഷൻ, good addition to the substrate, resolution, resistance to wet and dry edge process. സോ ഗുഡ് ഒരു ഫോട്ടോ റെസിസ്റ്റ്, നല്ലൊരു ഫോട്ടോ റെസിസ്റ്റ് ആണെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ഫോം യൂണിഫോം ഫിലിം ഓവർ ദി സബ്സ്ട്രേറ്റ് and it should have a good adhesion property to the substrate. It should have a resolution and resistance to wet and dry edge process. അപ്പോൾ ഇതിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ എച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? എച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ പഠിക്കും. അപ്പോൾ യൂണിഫോം ഫിലിം ഫോട്ടോ റെസിസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ യൂണിഫോം ആയിട്ടുള്ള ഫിലിം അതിന് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ യൂണിഫോം ഫിലിം ഫോം ചെയ്യാൻ പറ്റണം. അതിന് ആ സബ്സ്ട്രേറ്റ് മെറ്റീരിയലായിട്ട് തിക്കായിട്ട് അത് എന്താ പറയണ്ടേ
ഒട്ടിപ്പിടിച്ച് നിൽക്കണം. അതാണ് ഗുഡ് അഡിഷൻ ടു ദി സബ്സ്ട്രേറ്റ്. സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിരിക്കണം, ഹൈ റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം, വെറ്റും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള എച്ചിങ് പ്രോസസ്സിന് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻ ലിത്തോഗ്രാഫി ദി എക്സ്പോസിങ് റേഡിയേഷൻ സച്ച് ആസ് UV ലൈറ്റ് in the case of photolithography is transmitted through the clear parts of the mask. Other types of exposing radiations are electrons, X-rays or ions. According to the changes that takes place, photoresist are termed as negative or positive. അപ്പോൾ ലിത്തോഗ്രാഫീൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ലിത്തോഗ്രാഫി എന്ന് ഉദ്ദേശിക്കുന്നതിനൊരു ഫോമേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഈ ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ കേസിൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ചില പോർഷൻസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ലൈറ്റിനോട് ഈ വേഫറിൻ്റെ സർഫസിൽ നമ്മൾ ഫോട്ടോലിത്തോഗ്രാഫി നടത്തിയതിന് ശേഷം ലൈറ്റിൻ്റെ സർഫസിനോട് ഈ കോട്ടിങ് ചെയ്ത സർഫസിൻ്റെ മുകളിൽ ലൈറ്റിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ലൈറ്റാണ്. അതുകൂടാതെ അതർ ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് സച്ച് ആസ് ഇലക്ട്രോൺസ്, എക്സ്റേസ് ഓർ അയൺസ് ആർ യൂസ്ഡ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ബീംസ് യൂസ് ചെയ്യാം, എക്സ്റേസിൻ്റെ ബീംസ് യൂസ് ചെയ്യാം, അയൺസിൻ്റെ ബീംസ് യൂസ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പോർഷനെ റിമൂവ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കമ്മിങ് സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, according to the changes that takes place, photoresist are termed as positive or negative. First of all, let us see what is negative photoresist. Areas of photoresist that are exposed to ultraviolet radiations become polymerized in the case of negative photoresist, and this makes photoresist tougher and makes it essentially insoluble in the developer solution. The resisting photoresist pattern after the development process will therefore be a replication of the photomask pattern, with the clear areas of the photomask corresponding to the areas where the photoresist remains on the wafers, and the other part that act as a mask. Okay, സോ നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആദ്യം എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഫോട്ടോറെസിസ്റ്റിൻ്റെ സൊല്യൂഷൻ സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ മുകളിലേക്ക് ആക്കും. അത് കഴിഞ്ഞിട്ട് ആ സിലിക്കൺ സബ്സ്ട്രേറ്റ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന സൊല്യൂഷൻ എല്ലായിടത്തും യൂണിഫോമായിട്ട് പോകും. അങ്ങനെ ഒരു കോട്ടിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ലിത്തോഗ്രാഫീൻ്റെ കേസിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ അതിന് ശേഷം അതിന് അൾട്രാ വയലറ്റ് റേസുമായിട്ട് അല്ലെങ്കിൽ UV റേസോ അല്ലെങ്കിൽ അത് ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്റേ എന്തെങ്കിലും യൂസ് ചെയ്യാം, അതുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സിങ് നടത്തുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അൾട്രാ വയലറ്റ് റേഡിയേഷന് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് പോളിമറൈസ് ചെയ്യപ്പെടും. അവിടെ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കും. അപ്പോൾ അങ്ങനെ പോളിമറൈസേഷൻ റിയാക്ഷൻ അൾട്രാ വയലറ്റ് റേസുമായിട്ട് പോളിമറൈസേഷൻ എക്സ്പോസ് ചെയ്യുന്ന ഏരിയയിൽ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ആ പാർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി തിക്ക് ആൻഡ് ടഫറായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ടഫറായിട്ടുള്ള പോർഷൻസ് എന്ന് വെച്ചാൽ ഈ ഫോട്ടോറെസിസ്റ്റ് എന്ന് പറയുന്നൊരു സൊല്യൂഷനാണല്ലോ, ആ സൊല്യൂഷനിൽ എന്ത് ചെയ്തിരിക്കില്ല, സൊല്യൂബിളായിട്ടായിരിക്കില്ല ഇൻസൊല്യൂബിളായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒരു മാസ്കായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂബിൾ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും. ഈ ഒരു പോർഷൻ അൾട്രാവയലറ്റ് എക്സ്പോസ് ചെയ്യുന്ന പോർഷൻ ഇൻസൊല്യൂബിൾ ആയിട്ടാണ് ഉണ്ടാവുക. ദ റെസിസ്റ്റിംഗ് ഫോട്ടോറെസിസ്റ്റ് പാറ്റേൺ ആഫ്റ്റർ ദി ഡെവലപ്മെൻറ്റ് വിൽ ദെയർഫോർ ബി എ റീപ്ലിക്കേഷൻ ഓഫ് ദി ഫോട്ടോ മാസ്ക് പാറ്റേൺ വിത്ത് ക്ലിയർ ഏരിയാസ് ഓൺ ദി ഫോട്ടോ മാസ്ക് കറസ്പോണ്ടിങ് ടു ദി ഏരിയാസ് വെർ ദി ഫോട്ടോറെസിസ്റ്റ് റിമെയിൻസ് ഓൺ ദി വേപ്പേഴ്സ്. സോ നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്ററിൽ നടക്കുന്ന പോളിമറൈസേഷൻ ആക്ഷൻ നടക്കും. എവിടെയാണോ അൾട്രാവയലറ്റ് റേഡിയേഷനെ കൊണ്ട് എക്സ്പോസ് ചെയ്യുന്നത് അവിടെ പോളിമറൈസേഷൻ ആക്ഷൻ നടക്കും. ആ പോർഷനിലുള്ള ഫോട്ടോറെസിസ്റ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് ടഫറായി മാറും. അതുപോലെ തന്നെ ആ സൊല്യൂഷനിൽ ഇൻസൊല്യൂബിളും ആയിരിക്കും. ഓക്കെ, അത്രയാണ് നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റ്. So exposure to ultraviolet results in the depolymerization of the photoresist, and this makes these exposed areas of the photoresist readily soluble in the developer solution, whereas the unexposed areas are essentially insoluble. So the developer solution will thus remove the exposed on depolymerized region of the photoresist, whereas the unexposed areas will remain on the wafer. സോ പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നടക്കുന്നത്. പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വ്യത്യാസമാണ്. കാരണം എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ചിട്ട് ഈ ഒരു ഫോട്ടോറെസിസ്റ്റ് മെറ്റീരിയലിനെ എക്സ്പോസ് ചെയ്യുന്നത് ആ ഭാഗത്ത് ഡീപോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഡീപോളിമറൈസേഷൻ നടക്കുന്നതുകൊണ്ട് ആ എക്സ്പോസ് ചെയ്യുന്ന ഭാഗം നേരത്തെ എന്തായിരുന്നു, പോളിമറൈസേഷനാണ് നടക്കുന്നത്. അവിടെ എന്തായത്
ടഫറായി മാറുകയാണ് ചെയ്തത്, അതിൻ്റെ ഇൻസൊല്യൂബിളായി മാറി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ എക്സ്പോസ്ഡ് ഏരിയാസ് ഓഫ് ദി ഫോട്ടോറെസിസ്റ്റ് സൊല്യൂബിളായി മാറും. അതായത് എന്തിൽ സൊല്യൂബിളായിരിക്കും? ഡെവലപ്പർ സൊല്യൂഷനിൽ സൊല്യൂബിളായിരിക്കും. ആ ഫോട്ടോറെസിസ്റ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൽ സൊല്യൂബിളായി മാറും. അപ്പോൾ ഈ ഒരു ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂബിളായിരിക്കും. ബാക്കിയുള്ള ഏരിയാസ് എന്തായിരിക്കും? അൾട്രാ വയലറ്റ് റേസുമായിട്ട് എക്സ്പോസ് ചെയ്യാത്ത ഏരിയാസ് ഇൻസൊല്യൂബിളായിരിക്കും. അപ്പോൾ ഈ സൊല്യൂബിളായിട്ടുള്ള ഏരിയാസിന് നമുക്ക് റിമൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ദി ഡെവലപ്പർ സൊല്യൂഷൻ വിൽ ദസ് റിമൂവ് ദി എക്സ്പോസ്ഡ് ഓൺ ഡീപോളിമറൈസ്ഡ് റീജിയൻസ് ഓഫ് ദി ഫോട്ടോറെസിസ്റ്റ്. അപ്പോൾ ഈ സൊല്യൂബിൾ ആയിട്ടുള്ള ഫോട്ടോറെസിസ്റ്റ് മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പോൾ ആ പോർഷൻസിൽ നിന്ന് ആ ഭാഗം റിമൂവ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള അൺഎക്സ്പോസ്ഡ് ഏരിയാസ് ആ വേഫറിൻ്റെ മുകളിൽ തന്നെ നിൽക്കും. നേരത്തെയുള്ള കേസിൽ നേരെ മറിച്ചിട്ടാണ് ഉണ്ടാവുക. സൊല്യൂബിൾ ആയിട്ടുള്ള, അതായത് നേരത്തെ ഇതിൻ്റെ കേസിലാണെങ്കിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്ന അൾട്രാ വയലറ്റ് റേസുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് സൊല്യൂബിൾ ആയിരിക്കും. ഡീപോളിമറൈസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. സൊല്യൂബിൾ ആയതുകൊണ്ട് അതിന് എളുപ്പത്തിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും പേപ്പർ സർഫസിൽ നിന്ന്. ബാക്കിയുള്ള മെറ്റീരിയൽ, അതായത് അൾട്രാ വയലറ്റ് റേസുമായിട്ട് എക്സ്പോസ് ചെയ്യാത്ത ഫോട്ടോ റെസിസ്റ്റിൻ്റെ കോട്ടിങ് ആ വേഫർ സർഫസിൽ തന്നെ റിമെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഇതിന് നേരെ ഓപ്പോസിറ്റ് കേസാണ് നടക്കുന്നത്. നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റിനകത്ത് ഇൻസൊല്യൂബിൾ ആവുകയാണ് ചെയ്യുന്നത്. അത് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, സോറി. അതായത് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പോർഷൻസും ഫോട്ടോ മാസ്ക് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ അപ്പോൾ 2 ടൈപ്പ് ഫോട്ടോ റെസിസ്റ്റ് പറഞ്ഞു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ്. അപ്പോൾ ഇനി ഫോട്ടോ ലിത്തോഗ്രാഫിയിലുള്ള സ്റ്റെപ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഓവർവ്യൂ ആയിട്ട് പറയാം. ആദ്യം ഫോട്ടോഗ്രാഫിക് പ്രോസസ്സിംഗ് സ്റ്റെപ്സ്: സർഫസ് പ്രിപ്പറേഷൻ, ഫോട്ടോ റെസിസ്റ്റ് അപ്ലൈ, സോഫ്റ്റ് ബേക്ക്, അലൈൻമെൻറ്റ് ആൻഡ് എക്സ്പോഷർ, ഡെവലപ്മെൻറ്റ്, ഹാർഡ് ബേക്ക്, എച്ച് ആൻഡ് ഫോട്ടോ റെസിസ്റ്റ് റിമൂവൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിൽ പോകാം. ഫസ്റ്റ് വൺ ഈസ് സർഫസ് പ്രിപ്പറേഷൻ. ഫോട്ടോഗ്രാഫിക് പ്രോസസ്സിംഗ് സ്റ്റെപ്സിൽ ഫസ്റ്റ് എന്താണ്? സർഫസ് പ്രിപ്പറേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്ലീൻ ആൻഡ് ഡ്രൈ ദി വേഫർ സർഫസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ട് ഫോട്ടോ ലിത്തോഗ്രാഫി ചെയ്യണമെങ്കിൽ അപ്പോൾ വേഫറിൻ്റെ മുകളിൽ SiO2 ലെയർ, ഓക്സൈഡ് ലെയർ ഫോം ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫോട്ടോ ലിത്തോഗ്രാഫി നടത്തണമെങ്കിൽ, അതായത് ചില പോർഷൻസ് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ റെസിസ്റ്റിൻ്റെ കോട്ടിങ് ഇടണം. ആ കോട്ടിങ്ങിൻ്റെ അകത്ത് ചില പോർഷൻസ് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണം? വേഫറിന് ഓക്സൈഡ് കോട്ടിങ് ഉണ്ടാവും. അതിന് വീണ്ടും നമ്മളെന്ത് ക്ലീൻ ആൻഡ് ഡ്രൈ വേഫർ സർഫസ് ആക്കിയെടുക്കണം. ഓക്കെ, അതാണ് സർഫസ് പ്രിപ്പറേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഫോട്ടോ റെസിസ്റ്റ് അപ്ലൈ ചെയ്യും. അത് നമ്മൾ സൊല്യൂഷൻ ലിക്വിഡ് ഫോമിലാണ് ഫോട്ടോ റെസിസ്റ്റ് ഉണ്ടായിരിക്കുക. ആ ഫോട്ടോ റെസിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോട്ട് എ തിൻ ലെയർ ഓഫ് ഫോട്ടോ റെസിസ്റ്റ് ഓൺ ദി സർഫസ്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? സോഫ്റ്റ് ബേക്ക്, ചെറിയൊരു ടെമ്പറേച്ചറിൽ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. സോഫ്റ്റ് ബേക്കിൽ ദാറ്റ് ഈസ് പാർഷ്യൽ ഇവാപറേഷൻ ഓഫ് ദി ഫോട്ടോ റെസിസ്റ്റ് സോൾവെൻറ്റ്സ് ബൈ ഹീറ്റിംഗ്. സോ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫോട്ടോ റെസിസ്റ്റൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്, അതിന് പാർഷ്യലായിട്ട് ഇവാപറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ കുറേ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് നമ്മൾ നെക്സ്റ്റ് പറയും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അലൈൻമെൻറ്റ് ആൻഡ് എക്സ്പോഷർ. അതിലെന്താ നടക്കുക? പ്രിസൈസ് അലൈൻമെൻറ്റ് ഓഫ് ദി മാസ്ക് ടു വേഫർ ആൻഡ് എക്സ്പോഷർ ഓഫ് ദി ഫോട്ടോ റെസിസ്റ്റ്. ഹിയർ നെഗറ്റീവ് റെസിസ്റ്റ് ഈസ് യൂസ്ഡ്. സോ പോളിമറൈസേഷൻ ആക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫോട്ടോ റെസിസ്റ്റ് അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് സോഫ്റ്റായിട്ട് ചൂടാക്കി പിന്നെ അതിൻ്റെ അലൈൻമെൻ്റ് ആണ് പറയുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാത്രമായിട്ട്, അതായത് എക്സ്പോസ് ചെയ്യുന്നതിൽ നെഗറ്റീവ് റെസിസ്റ്റ് ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാ വയലറ്റ് റേസുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന പോർഷനിലുള്ള ഫോട്ടോ റെസിസ്റ്റ് അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ളത് റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അലൈൻമെൻറ്റ് ആൻഡ് എക്സ്പോഷറിൽ പറയുന്നത്. അലൈൻമെൻറ്റ് ആൻഡ് എക്സ്പോഷറിൽ എന്താ പറയുന്നത് വെച്ചാൽ അൾട്രാ വയലറ്റ് റേസുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഏറോ മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അൾട്രാ വയലറ്റ് റേസുമായിട്ട് പ്രിസൈസ് അലൈൻമെൻറ്റ് ഓഫ് ദി മാസ്ക് to wafer and exposure of the photoresist, that is negative resist is polymerized. Next is development, that is removal of the unpolymerized resist. അപ്പോൾ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അൾട്രാ വയലറ്റ് റേസുമായിട്ട് എവിടെയാണ് എക്സ്പോസ് ചെയ്യുന്നത് അവിടെ നിന്ന് പോളിമറൈസേഷൻ നടക്കും. അപ്പോൾ ബാക്കിയുള്ള അൺപോളിമറൈസ്ഡ് ആയിട്ട് എക്സ്പോസ് ചെയ്യാത്ത ഏരിയാസിനെ റിമൂവ് ചെയ്യലാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. റിമൂവ് ചെയ്ത പോർഷനായിട്ട് അൾട്രാ വയലറ്റ് റേസുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന പോർഷൻ ഏരോ മാർക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു പോർഷൻ സെൻട്രലായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ മാത്രം പോളിമറൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുന്നത്? ഇൻസൊല്യൂബിൾ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കും. സോല്യൂബിൾ ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺപോളിമറൈസുള്ള ഭാഗത്തിന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹാർഡ് ബേക്ക്. അഡീഷണൽ ഇവാപറേഷൻ ഓഫ് ദി സോൾവെൻറ്റ്സ്. വീണ്ടും സോൾവെൻറ്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ചൂടാക്കുന്നതാണ് ഹാർഡ് ബേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എച്ചിങ്. That is top layer of the wafer is removed through opening in the resist layer.
അപ്പോൾ എച്ചിങ് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ലെയറിനെ മാസ്ക് ലെയറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ആദ്യം സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ലെയറും കൂടി റിമൂവ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിന് മുന്നേ ഹാർഡ് ബേക്കിലാണ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എച്ചിങ്ങിലാണെങ്കിൽ ഓക്സൈഡ് ലെയർ എച്ച് ചെയ്ത് കളയുന്നതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വേഫർ സർഫസ് ആണ് കറക്റ്റായിട്ട് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് ഫോട്ടോറെസിസ്റ്റ് റിമൂവ് ദി ഫോട്ടോറെസിസ്റ്റ് ലെയർ ഫ്രം ദി വേഫർ. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയ മാത്രം, വേഫറിൻ്റെ ഏരിയ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഏരിയാസിനെല്ലാം മാസ്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോറെസിസ്റ്റ് കോട്ടിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമുക്ക് ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ് ഫോട്ടോറെസിസ്റ്റ് അപ്ലൈ. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോറെസിസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഡയഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വരക്കണം. ഫോട്ടോറെസിസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഓക്കെ, സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയർ നമ്മൾ. അപ്പോൾ എ ഡ്രോപ്പ് ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് ലിക്വിഡ് കോൾഡ് ഫോട്ടോറെസിസ്റ്റ് ഈസ് അപ്ലൈഡ് ടു ദി സെൻറ്റർ ഓഫ് ദി ഓക്സിഡൈസ്ഡ് സിലിക്കൺ. Photoresist is a light sensitive material whose properties change on exposure to light of the specified wavelength. The wafer is then accelerated rapidly to a rotational velocity in the range of 3000 to 7000 revolution per minute for 30 to 60 seconds. This action spreads the solutions in a nearly uniform coat and spins of the excessive liquid. So എന്താ ഫോട്ടോറെസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു സൊല്യൂഷൻ ഫോമിലാണ് ഉണ്ടാവുക. അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സിലിക്കൺ വേഫർ എടുത്തിട്ടുണ്ട് അല്ലേ, സിലിക്കൺ വേഫറിൻ്റെ മുകളിൽ സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അതിൻ്റെ സെൻട്രൽ പോർഷനിൽ എവിടെയെങ്കിലുമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് അത് യൂണിഫോം ആയിട്ട് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ആ വേഫറിനെ നമ്മൾ 3000 to 7000 റവല്യൂഷൻ പെർ മിനിറ്റ് എന്നുള്ള റേഞ്ചിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ആ ഒരു സ്പീഡിലേക്ക് പോകുമ്പോൾ യൂണിഫോം ആയിട്ട് എല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഫോട്ടോറെസിസ്റ്റിൻ്റെ കോട്ടിങ് എന്തിൻ്റെ മുകളിൽ കിട്ടും? സിലിക്കൺ വേഫറിൻ്റെ മുകളിൽ സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ മുകളിലായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സോഫ്റ്റ് ബേക്ക്, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രീ ബേക്ക്. ദി സിലിക്കൺ വേഫർ കോട്ടഡ് വിത്ത് ഫോട്ടോറെസിസ്റ്റ് ആർ നൗ പുട്ട് ഇൻ ഓവൻ അറ്റ് 80 degrees Celsius ഫോർ അബൌട്ട് 30 to 60 minutes to drive off solvents in the photoresist and to harden it into the semi-solid form. അപ്പോൾ നെക്സ്റ്റ് എക്സസീവ് സോൾവെൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് ബേക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഓവനിൽ വെച്ചിട്ടാണ് അത് ചൂടാക്കുന്നത്. ഓവനിൽ വെച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓവൻ ആയിരിക്കില്ല, അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിരിക്കുന്ന ഓവൻ എന്ന് പറയുന്നത് അത്രയും ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സൈസുള്ളതായിരിക്കും. അപ്പോൾ ഈ സിലിക്കൺ വേഫർ coated with photoresistors are now put in oven at 80 degrees Celsius for about 30 to 60 minutes to drive off solvents in the photoresist and to harden it to the semi-solid film. അപ്പോൾ ഫോട്ടോറെസിസ്റ്റ് ലിക്വിഡ് ഫിലിമിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിലുള്ള സോൾവെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് ചൂടാക്കുന്ന പ്രോസസ്സിങ്ങിനാണ് എന്ത് പറയുന്നത്? സോഫ്റ്റ് ബേക്ക് എന്ന് പറയുന്നത്. അത് ഓവൻ യൂസ് ചെയ്തിട്ടാണ് ആ ടെമ്പറേച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയാണ് 80 degrees Celsius ടെമ്പറേച്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് വി വിൽ ഹീറ്റ് ഇറ്റ് ഫോർ 30 to 60 minutes. അപ്പോൾ എക്സസീവ് സോൾവെൻറ്റ്സ് ഫോട്ടോറെസിസ്റ്റിലുള്ള സോൾവെൻറ്റ്സ് റിമൂവ് ആക്കപ്പെടും. അതുപോലെ തന്നെ ബാക്കിയുള്ള സെമി സോളിഡ് ഫോമായിട്ട് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ മുകളിലൊരു കോട്ടിംഗ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതൊരു മാസ്ക് ലെയറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ അലൈൻമെൻറ്റ് ആൻഡ് എക്സ്പോഷർ. ദി കോട്ടഡ് വേഫർ ഈസ് നൗ പ്ലേസ്ഡ് ഇൻ ആൻ അപ്പാരറ്റസ് കോൾഡ് മാസ്ക് അലൈനർ ഇൻ വെരി ക്ലോസ് to photoresistor. The photo mask is a glass plate which has a photographic emulsion pattern on one side. The pattern has clear and opaque areas. A highly collimated ultraviolet light is then turned on and the areas of the silicon wafer that are not covered by the opaque area of the photo mask are exposed to ultraviolet radiation. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ എക്സ്പോഷർ നടത്തുക എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് റേഡിയേഷനായിട്ട് എക്സ്പോസ് ചെയ്യാം. നമ്മളിപ്പോൾ കോട്ട് ചെയ്ത ഫോട്ടോറെസിസ്റ്റിൻ്റെ സിലിക്കൺ വേപ്പർ അൾട്രാവയലറ്റ് ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റേസുമായിട്ട് എക്സ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ അയൺസുമായിട്ട് എക്സ്പോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് അലൈൻമെൻറ്റ് ആൻഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗ്ലാസ് പ്ലേറ്റ്, ഒരു ഫോട്ടോ മാസ്കിനുള്ളിൽ മാസ്ക് അലൈനർ എന്നാണ് അതിന് പറയുക, അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മളിത് ഇത് എക്സ്പോസർ നടത്തുന്നത്. അപ്പോൾ ഫോട്ടോ മാസ്ക് എന്ന് പറയുന്നത് അത് മാസ്ക് അലൈനർ ഫോട്ടോ മാസ്ക് എന്നും കൂടി പറയാം. ഫോട്ടോ മാസ്ക് ഇസ് എ ഗ്ലാസ് പ്ലേറ്റ് വിച്ച് ഹാസ് എ ഫോട്ടോഗ്രാഫിക് എമൽഷൻ പാറ്റേൺ ഓൺ വൺ സൈഡ്. ദിസ് പാറ്റേൺ ഹാസ് എ ക്ലിയർ ആൻഡ് ഒപ്പാക്ക് ഏരിയാസ്. അപ്പോൾ ഫോട്ടോ മാസ്ക് അലൈനറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ വേപ്പറിനെ കോട്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോ റെസിസ്റ്റ് കൊണ്ട് കോട്ട് ചെയ്തിരിക്കുന്ന വേഫറിനെ നമ്മൾ പ്ലേസ് ചെയ്യുക മാസ്ക് അലൈനറിനുള്ളിൽ. ആ ഫോട്ടോ മാസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കാം. അതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ എന്തുണ്ടായിരിക്കും? ഒരു ഫോട്ടോഗ്രാഫിക് എമൽഷൻ പാറ്റേൺ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൾട്രാവയലറ്റ് ലൈറ്റ് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് സിലിക്കൺ വേഫർ ഏതൊക്കെയാണ്, അപ്പോൾ അതിന് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫോട്ടോ മാസ്കിൽ ഒപ്പാക്ക് ഏരിയാസിനാൽ ലൈറ്റിനെ കടത്തിവിടുന്ന പോർഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്യാപ്പ് ഏരിയാസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ തന്നെയാണ് അൾട്രാവയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ വേഫറുമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ
ഫോട്ടോ മാസ്ക് വെച്ച് കവർ ചെയ്യാത്ത ഏരിയാസിലെല്ലാം എന്ത് വരും, അൾട്രാവയലറ്റ് റേസിന് ആയിട്ട് എക്സ്പോസ് ചെയ്യും. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, അൾട്രാവയലറ്റ് ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടില്ല. ഓക്കെ. അപ്പോൾ ഹൈലി കൊളിമേറ്റഡ് അൾട്രാവയലറ്റ് ലൈറ്റ് ഇസ് ദെൻ ടേൺഡ് ഓൺ ആൻഡ് ഏരിയാസ് ഓഫ് സിലിക്കൺ വേഫർ ദാറ്റ് ആർ നോട്ട് കവേർഡ് ബൈ ദി ഒപ്പാക് ഏരിയാസ് ഓഫ് ദി ഫോട്ടോ മാസ്ക് ആർ എക്സ്പോസ് ടു അൾട്രാവയലറ്റ് റേഡിയേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. ഫോർ ഡെവലപ്മെൻറ്റ് ഐദർ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ഓർ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ക്യാൻ ബി യൂസ്ഡ്. In the figure we use negative photoresist, so the removal of the unpolymerized resist will takes place. So ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ ഒന്നുകിൽ നമ്മൾ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റോ അല്ലെങ്കിൽ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റോ മെറ്റീരിയലോ യൂസ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് വെച്ച ഡയഗ്രാമാണ് നമ്മൾ ഈ ഇതിന് മുന്നിൽ PDF കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആകുമ്പോൾ എന്താണ് നടക്കുന്നത്, അൺപോളിമറൈസ്ഡ് ആയിട്ടുള്ള പോളിമറൈസേഷൻ ആക്ഷൻ നടക്കും. അപ്പോൾ അൺപോളിമറൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസിന് എന്ത് ചെയ്യപ്പെടും, റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹാർഡ് ബേക്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പോസ്റ്റ് ബേക്ക്. പ്രോസസ്സിങ്ങിന് ശേഷമാണ് ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് ദി വേഫേഴ്സ് ആർ യൂഷ്വലി ഗിവൺ ടു പോസ്റ്റ് ബേക്ക് ഇൻ എൻ ഓവൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് about 150 degrees Celsius for about 30 to 60 minutes to toughen further the remaining resistive material to the on the wafer. Photoresist on the wafer. This is to make it adhere to the wafer and to make it more resistant to the high frequency hydrofluoric acid solution for etching of the silicon dioxide. This is hydrofluoric acid. Okay. സോ ഡെവലപ്മെൻറ്റിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ചൂടാക്കുന്നതിന് അതിനെന്താണ് പറയുക, ഹാർഡ് ബേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ദി ഡെവലപ്മെൻറ്റ് വേഫർ ഓവനിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. 150 degrees Celsius ആണ് അതിൻ്റെ ടെമ്പറേച്ചർ. 30 to 60 minutes വരെ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് സോൾവൻസ് അഡീഷണൽ ആയിട്ട് വരുന്ന സോൾവൻസ് റിമൂവ് ചെയ്യപ്പെടും. മാത്രമല്ല ഈ ഫോട്ടോറെസിസ്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യുക, ടഫണായിട്ട് അതിലേക്ക് അഡ്ഹിയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് അവർ വേപ്പർ സർഫസും അതുപോലെ തന്നെ ഫോട്ടോറെസിസ്റ്റ് മെറ്റീരിയലും തമ്മിലുള്ള ബോണ്ടിങ് നന്നായിട്ട് ഉറപ്പിക്കാനും അതുപോലെ തന്നെ അഡീഷണൽ സോൾവൻസിനെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഹാർഡ് ബേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാർഡ് ബേക്ക് ചെയ്യുന്നത് കൊണ്ട് ഉള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ബിക്കം മോർ റെസിസ്റ്റൻറ്റ് ടു ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് സൊല്യൂഷൻ ഫോർ എച്ചിങ് ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. സോ നമ്മളിപ്പോൾ എന്താണ്, സിലിക്കൺ വേപ്പറിൻ്റെ മുകളിൽ സിലിക്കൺ ഡയോക്സൈഡ് കോട്ടിങ്, അതിൻ്റെ മുകളിലാണ് ഫോട്ടോ റെസിസ്റ്റ് ഇതാക്കിയിരിക്കുന്നത്. ആ ഫോട്ടോ റെസിസ്റ്റിന് ഏതെങ്കിലും ഒരു പോർഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അൾട്രാവയലറ്റ് റേസുമായിട്ട് എക്സ്പോസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. അൺപോളിമറൈസ്ഡ് ഏരിയാസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിമൂവ് ചെയ്യപ്പെടും. പിന്നെ എന്താ, സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡിനെ എച്ച് ചെയ്ത് കളയണം. അതിന് ഒരു ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻ, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് സൊല്യൂഷൻ ബാക്കിയുള്ള ഭാഗവുമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡ് ബേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ആ എച്ചിങ് എന്നുള്ള നെക്സ്റ്റ് വീഡിയോസിൽ പഠിക്കും. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഓക്സൈഡ് എച്ചിങ്. ദി റിമൈനിങ് റെസിസ്റ്റ് ഈസ് ഹാർഡൻഡ് ആൻഡ് ആക്ട് ആസ് എ മാസ്ക് through which the oxide layer can be etched away to exposed areas of the semiconductor underneath. These exposed areas are ready for impurity diffusion. For etching of the oxide, the wafers are immersed in or sprayed with a hydrofluoric acid solution. The above oxide etching process is termed wet etching process, since the chemical agents used are in liquid form. See, അപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഓക്സൈഡ് എച്ച്. അപ്പോൾ ഇപ്പോൾ എന്താണുള്ളത്, ഫോട്ടോറെസിസ്റ്റ് നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചില പോർഷൻസ് അൺപോളിമറൈസ്ഡ് ഏരിയാസ് റിമൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ. അപ്പോൾ ആ റിമൂവ് ചെയ്യപ്പെട്ടതിൻ്റെ അടിയിൽ പിന്നെ എന്തുണ്ട്, സിലിക്കൺ ഡയോക്സൈഡ് കോട്ടിനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്, വേഫറിൻ്റെ പോർഷൻസിലാണ് നമുക്ക് ഡിഫ്യൂഷനോ നെക്സ്റ്റ് പ്രോസസ്സായ ഡോപ്പൻ്റ് ഡിഫ്യൂഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ മെറ്റൽ കോൺടാക്ട് എടുക്കുക എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ സിലിക്കൺ ഡയോക്സൈഡിനെയും റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഓക്സൈഡ് എച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയാസിന് നമ്മൾ ഏത് പോർഷനിലാണോ നമുക്ക് ഡിഫ്യൂഷൻ നടത്തേണ്ടത്, അതായത് അയൺസ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഡോപ്പൻ്റെ ഡിഫ്യൂഷൻ, അത് N+ റീജിയനോ അല്ലെങ്കിൽ P+ റീജിയനോ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ, അതായത് സോഴ്സും ഡ്രെയിനും റീജിയനും സിലിക്കൺ വേഫറിൽ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫ്യൂഷൻ നടത്തണം അല്ലേ. അപ്പോൾ ആ ഡിഫ്യൂസ് ചെയ്യേണ്ട ഏരിയാസിൻ്റെ മുകളിലുള്ള സിലിക്കൺ ഡയോക്സൈഡ് മാത്രം റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി